എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ജോലിയിൽ, അതായത് നമുക്കൊരു പ്രത്യേക ടെക്നിക്കൽ സ്കില്ലുകൾ ഒന്നുമില്ലെങ്കിൽ തന്നെ എങ്ങനെ നമുക്ക് ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫൈവർ പോലുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒട്ടനവധി പേർക്ക് നല്ല രീതിയിൽ അവിടെ ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ബയേഴ്സ് വന്നിട്ട് ഒരുപാട് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്തിട്ട്, ഒരുപാട് ക്ലയൻറ്റ് വന്നിട്ട് ഒരുപാട് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്ത് അവർക്ക് നല്ല ജോലികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന ഒരു കഴിവിനെ, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു അറിവിനെയാണ് നമ്മളിവിടെ സർവീസായിട്ട് സെല്ല് ചെയ്യുന്നത്. ഫൈവറിലാണെന്നുണ്ടെങ്കിലും അപ്വർക്കാണെന്നുണ്ടെങ്കിലും ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിലും ഇത്തരം ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള, അതായത് നമുക്ക് നല്ല അറിവുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള, നമ്മൾ പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു സർവീസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഇൻകം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുന്ന ആളുകളിൽ പല ആളുകളും നല്ല രീതിക്ക് വർഷങ്ങളെടുത്ത് ഈ കൺസെപ്റ്റുകളെല്ലാം പഠിച്ച്, ഈ ജോലികളെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. മിക്ക ആളുകളും അവരുടെ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർ എങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ചുരുക്കം ചില ആളുകൾക്കെങ്കിലും ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടായിരിക്കും. അതായത് അവർക്കൊരു നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ, ഫൈവർ, അപ്വർക്ക് പോലുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവർക്ക് നല്ല രീതിയിൽ ഒരു ഏണിംഗ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ടെക്നിക്കൽ സ്കില്ലുകൾ ഒന്നും തന്നെ അറിയേണ്ടതില്ല, ഒരു ജോലിയെക്കുറിച്ചുള്ള അറിവൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഔട്ട് സോഴ്സിങ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാം, ഫൈവറൊക്കെ ഉപയോഗിച്ച് ഇത്തരം വീഡിയോകൾ, മല്ലു ഫ്രീലാൻസറിൻ്റെ ഇതുവരെയുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും, ഒരുപാട് ആളുകൾ, ഒരുപാട് ക്ലയൻറ്റ് വന്നിട്ട് ഒട്ടനവധി ഫ്രീലാൻസേഴ്സിനെ ഇവിടെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് എനിക്ക് നന്നായിട്ട് അറിയുമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫോട്ടോഷോപ്പിൻ്റെ വർക്കുകൾ ചെയ്യാമായിരുന്നല്ലോ, ഫോട്ടോഷോപ്പിൻ്റെ എഡിറ്റിംഗ് എനിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നന്നായിട്ട് സമ്പാദിക്കാവുന്നല്ലോ എന്നുള്ളത് പല ആളുകളും തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ അവർക്ക് ഫോട്ടോഷോപ്പ് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1932 രൂപ വാങ്ങുന്നു, ചില ആളുകൾ 357 രൂപ വാങ്ങുന്നു, ചില ആളുകൾ 1159 രൂപ വാങ്ങുന്നു. അങ്ങനെ പല എമൗണ്ടിന്, ഇവിടെ 7000 സംതിങ് വാങ്ങുന്നു, 7000 സംതിങ്, 1500, അങ്ങനെ 1000, 2000, 3000, അങ്ങനെ ഏത് റേഞ്ചാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എമൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻകം നിങ്ങൾക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഫോട്ടോഷോപ്പ് അറിയണമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂസർ ഏകദേശം $650 റിവ്യൂ ലഭിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, 1000ൻ്റെ മുകളിൽ അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബേസിക് പാക്കിൻ്റെ കൊടുത്തിരിക്കുന്നത് 3000 രൂപയാണ്. അവരുടെ പ്രീമിയം അതുപോലെ സ്റ്റാൻഡേർഡ് വേർഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15000 രൂപയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക് ഡിസൈനിങ് അറിയുന്ന ഒരാൾക്കാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഏൺ ചെയ്യായിരുന്നു. ഈ ഒരു ബേസിക് പാക്കിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 650 ആയിരിക്കില്ല അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് റിവ്യൂവിൻ്റെ കൗണ്ടാണ്. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള റിവ്യൂ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആളുകൾ നമുക്ക് തന്നിട്ടുള്ള റിവ്യൂവിൻ്റെ കൗണ്ടാണ് ഇവിടെ കാണുന്നത്, ഒരിക്കലും ഓർഡറിൻ്റെ കൗണ്ടല്ല. അപ്പോൾ ഏകദേശം 650 റിവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 1000ൻ്റെ മുകളിൽ ഓർഡേഴ്സ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. മിനിമം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 650 തന്നെ എടുക്കാം. ഇൻറ്റു ബേസിക് പാക്കാണ് അവർ എല്ലാവരും ഓർഡർ ചെയ്തിരുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 3091 രൂപയാണ് ഒരു ബേസിക് പാക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു അവർ ഓർഡർ ചെയ്തിരുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 20 ലക്ഷത്തിൻ്റെ മുകളിൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് വെച്ചുകൊണ്ട് മാത്രം ഇവർ ഏൺ ചെയ്ത് കഴിഞ്ഞു. ഫൈവർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. ഇതുപോലെ നമുക്ക് അപ്വർക്ക് ചെയ്യാം, ഫ്രീലാൻസർ ചെയ്യാം, അങ്ങനെ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ 20,000 ഉണ്ടാക്കാൻ പറ്റി. ഇത് 20,000 അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ 650 ഏറ്റവും മിനിമം കൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1000ൻ്റെ മുകളിൽ ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അവർക്ക് ലഭിച്ചിരിക്കുന്നത് അഥവാ 1000 ഓർഡർ ആണെങ്കിൽ തന്നെ 1000ൻ്റെ മുകളിലാവാൻ ചാൻസ് ഉണ്ട്. 1000 ഓർഡർ ആണെങ്കിൽ തന്നെ ഏകദേശം അവർ 31 ലക്ഷത്തിൻ്റെ അടുത്ത് അവർ ഏൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്, അവർക്ക് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് അവർക്കുള്ളത് കൊണ്ടാണ്. ഈ ഒരു സെല്ലർക്ക് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർ അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു ഏണിംഗ് കണ്ടെത്താൻ സാധിച്ചത്. നിങ്ങൾ ആ എമൗണ്ട് നോക്കട്ടെ, ഞാനിവിടെ ബേസിക്കാണ് ഇവിടെ കൂട്ടിയത്. ഇനി അതല്ല സ്റ്റാൻഡേർഡും പ്രീമിയം ഒക്കെയാണ് അവർ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോടികളുടെ അടുത്തുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ ഏകദേശം 30 ലക്ഷത്തോടെ കണക്ക് കൂട്ടിയത്. അതല്ലാതെ പ്രീമിയം ഒക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടികളായിട്ടാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോലികളൊന്നും തന്നെ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്നും തന്നെ നമുക്കറിയില്ല.
പക്ഷെ നമുക്ക് ഫൈവറിനെ കുറിച്ച് അറിയാം. അതായത് മല്ലു ഫ്രീലാൻസറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ഫൈവറിനെ കുറിച്ച് മറ്റു വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഫൈവർ, അപ്വർക്ക് പോലുള്ള വെബ്സൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതായത് ഈ വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കൊരു എമൗണ്ട്, നല്ലൊരു ഇൻകം നമുക്ക് ഈ വെബ്സൈറ്റുകളിൽ തന്നെ കണ്ടെത്താൻ പറ്റും. അത് നിങ്ങൾക്കറിയാം. ഇത്തരം സോഫ്റ്റ്വെയറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നിക്കൽ നോളജുകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഫൈവറിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് ഒരു വെബ്സൈറ്റിൽ നിന്നും വർക്ക് എടുത്ത് അത് മറ്റൊരു വെബ്സൈറ്റിൽ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഫൈവറിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലോഗോ ഡിസൈനിങ് എന്ന് പറയുന്ന ആ സെക്ഷൻ എടുക്കാം. ലോഗോ ഡിസൈനിങ് എന്ന് പറയുന്ന ആ കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ ലോഗോ ഡിസൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല എമൗണ്ടിൽ ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ 5000 ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, 7000 സംതിങ് ചെയ്ത് കൊടുക്കുന്നത്, 30,000 ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ പല എമൗണ്ടിൽ നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 1000 രൂപയ്ക്ക്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, 1000 രൂപയ്ക്ക് ഞാനൊരു ഗിഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, 300 രൂപയ്ക്ക് നമുക്ക് വർക്ക് ചെയ്തു തരുന്ന 300 രൂപയ്ക്ക് വർക്ക് ചെയ്തു തരുന്ന ആളുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബഡ്ജറ്റ് ഫിൽറ്റർ ചെയ്താൽ മതി. 500 രൂപ, മാക്സിമം 500 രൂപയ്ക്കുള്ളിൽ നമുക്ക് വർക്ക് ചെയ്തു തരുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം സെല്ലേഴ്സുകൾ ഇവിടെ ഉണ്ടോ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് വന്നു. അതായത് 387 രൂപയ്ക്ക് നമുക്ക് വർക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് തരുന്ന ആളുകളുടെ ഗിഗ് ഇപ്പോൾ നമുക്ക് കിട്ടി. അതായത് എമൗണ്ട് കുറഞ്ഞ് ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വലിയ എമൗണ്ടിന് ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ വക ഓർഡേഴ്സ് ലഭിക്കും. ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലെവൽ 1 സെല്ലറാണ്, 49 റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് 49നേക്കാൾ ഓർഡേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 387 രൂപയ്ക്കാണ് ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സെയിം ആസ് ഇവിടെ 387 രൂപയ്ക്ക് വരെ ചെയ്ത് കൊടുക്കുന്നു. ലെവൽ 1 സെല്ലറാണ്, 49 റിവ്യൂസ് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എമൗണ്ട് കുറഞ്ഞ് വർക്ക് ചെയ്തു തരുന്ന ആളുകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 387 രൂപയിൽ കൂടുതലായിട്ട്, അതായത് $5 387 രൂപ എന്നിവിടെ കാണിക്കുന്നുണ്ടായിരിക്കുക. $5 കൂടുതലായിട്ട് $10 $15 ഈ ഗിഗുകൾ, സെയിം ഗിഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനൊക്കെ എടുത്ത് കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം, പ്രത്യേകം പറയട്ടെ, കോപ്പി ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യണം. നിങ്ങളത് കോപ്പി ചെയ്തോടെ നേരെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യരുത്. പേസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് എഡിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ സെയിം ഗിഗ് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് ഇവിടെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, $15 അതല്ലാന്നുണ്ടെങ്കിൽ $20 ഒക്കെ കൊടുക്കാം. അതായത് ഏകദേശം 1000 രൂപയുടെ മുകളിലുള്ള ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു കമ്മീഷൻ എന്ന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഓർഡർ കിട്ടുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യാം, ഈ സുഹൃത്തിൻ്റെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ചെറിയ എമൗണ്ടിന് 387 രൂപയ്ക്ക് നമുക്ക് വർക്ക് ചെയ്ത് തരുന്ന സുഹൃത്തുക്കളുടെ ഗിഗ് വന്നിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ അവരും തന്നെ നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഈവൻ നമ്മുടെ ബയ്യർ, അപ്പോൾ നമുക്ക് ഒരു സംശയം അതാണ്, അവരെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് ഈ സർവീസ് വാങ്ങിയിട്ടുള്ള ബയ്യർ നമ്മളോട് എന്തെങ്കിലും എഡിറ്റിംഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരോട് വന്നിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവരോട് ഓൾറെഡി നമ്മൾ കണ്ടന്റ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇവർ നമുക്ക് ആ വർക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ ബയ്യർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബയ്യറെ നമുക്ക് ആ എമൗണ്ട് $5 നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗിഗിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് $15. അപ്പോൾ അവിടെ $10 നമ്മുടെ ഏണിംഗ് ആണ്. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത്, നമ്മുടെ ഏണിംഗ് ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഫൈവറിൽ തന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കാം. ഔട്ട്സോഴ്സിംഗ് എന്നുള്ളത് ഫൈവറിൽ തന്നെ ചെയ്യിപ്പിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട്, കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഏണിംഗ് കണ്ടെത്താൻ പറ്റുന്ന വെബ്സൈറ്റാണ് SEO ക്ലർക്ക് എന്ന് പറയുന്നത്. SEO ക്ലർക്ക് വെബ്സൈറ്റ് റിലേറ്റഡ്, വെബ്സൈറ്റ് SEO ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീലാൻസിങ് ജോലികളൊക്കെ ചെയ്യുന്ന സെക്ഷനാണ്. അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റാണ് SEO ക്ലർക്ക് എന്ന് പറയുന്നത്. ഇവിടെ പുതുതായിട്ട് ആർട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. SEO ക്ലർക്ക് എന്ന് പറയുന്നത് നോർമലി ഇൻ്റർനെറ്റ് മാർക്കറ്റ്, അതായത് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വെബ്സൈറ്റാണ്, ഫ്രീലാൻസിങ് വെബ്സൈറ്റാണ് SEO ക്ലർക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ആർട്ട് ഡിസൈൻ എന്ന് പറയുന്ന പുതിയ കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാഫിക് ആൻഡ് ലോഗോസും അതുപോലെ ബിസിനസ് കാർഡ് ഡിസൈൻ ഇവർ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 304 ഫ്രീലാൻസേഴ്സ് ഓൾറെഡി ഇവിടെ അവരുടെ വർക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, 3 to 4 കൺസെപ്റ്റ് ഡിസൈൻ എലഗൻറ്റ് ലോഗോ ഇൻ 24 hours. $2 ഈ സുഹൃത്ത് ചെയ്തു തരും. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൈവറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ $5 വർക്കാണ് നമ്മൾ ഫൈവറിൽ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഫൈവറിനേക്കാൾ ബെനിഫിറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഫൈവറിൽ നമുക്ക് $5 സ്റ്റാർട്ടിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ SEO ക്ലർക്കിലാണെങ്കിൽ $1 അതുപോലെ $2 വർക്ക് ചെയ്തു തരാൻ ആളുകളുണ്ട്. അതായത് $1 കൂടെ കാണാൻ സാധിക്കും, $1 ഇവിടെ വർക്ക് തരുന്നു, അതുപോലെ $2 വർക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 to 4 കൺസെപ്റ്റ് ലോഗോ, അതായത് ഫൈവറിൽ നമ്മൾ ലോഗോ ഡിസൈനിങ്ങിന്റെ ഗിഗാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഗോ ഡിസൈനിങ്ങിന് ഇതൊരു ന്യൂസ് സെല്ലറാണ് തോന്നുന്നു. ന്യൂസ് സെല്ലേഴ്സിന്റെ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പോയി പഠിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്.
അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ന്യൂസ് സെല്ലർ ആണെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ന്യൂസ് സെല്ലർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതെ, നവംബർ 2020 ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പറാണ്. അപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് നവംബറിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 28 റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 11 ഓർഡർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഗിഗും അതുപോലെ യൂസർ നെയിം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കാൻ ഏറ്റവും നല്ല ഗിഗാണിത്. $15 ഇപ്പോൾ ഇവരോട് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഓർഡർ ലഭിക്കുന്ന സമയത്ത് നേരെ പോയി SEO ക്ലർക്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഈ സുഹൃത്തിനോ അല്ലെങ്കിൽ മറ്റിതിൽ ഒരുപാട് പേരുണ്ട്, $1 $2 നമുക്ക് വർക്ക് ചെയ്ത് തരുന്നവർ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ SEO ക്ലർക്കിൽ പോയിട്ട് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് ഗ്രാഫിക്കിൻ്റെ കേസ് മാത്രമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗ്രാഫിക്കിൻ്റെ കേസ് പറയുന്നത്. ഇതല്ലാതെ പ്രോഗ്രാമിംഗ് സെക്ഷനിലും കണ്ടന്റ് റൈറ്റിംഗ് സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഈ ഈ SEO വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈവറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫൈവറിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവറിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫൈവറിൽ നല്ലൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓർഡേഴ്സ് ലഭിക്കുന്ന ഉറപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പറയുന്ന അതായത് SEO ക്ലർക്കിൽ പറയുന്ന ഈ ജോലികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫൈവറിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ലിങ്ക് ബിൽഡിംഗ് ഇടാം, അതുപോലെ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ഇടാം, ഗസ്റ്റ് പോസ്റ്റ് ഇടാം, അത്തരത്തിലുള്ള ഓൺ സൈറ്റ് SEO. ഇങ്ങനെ ഈ ഒരു കണ്ടന്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ SEO ക്ലർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അതേ ജോലികൾ നിങ്ങൾ ഫൈവറിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ അതിൽ നമുക്ക് വർക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, നല്ല എമൗണ്ട് കുറഞ്ഞ രീതിക്ക് നമുക്ക് SEO ക്ലർക്കിൽ ഇത് ചെയ്തു തരാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് നേരെ ഓർഡർ കൊടുക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ്, നമുക്ക് ആ ഒരു ഓർഡർ വാങ്ങിയതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് തന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബയ്യർക്ക് അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലയൻറ്റ് ആരാണോ ഫൈവറിൽ അവർക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈവൻ ആ സമയത്ത് അവരെന്തെങ്കിലും എഡിറ്റിംഗ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ SEO ക്ലർക്കിൽ വന്നിട്ട് നമ്മുടെ ആ ആളുടെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചേഞ്ചസ് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഔട്ട് എടുത്തിട്ട് വീണ്ടും ഇവർക്ക് റീസബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 1-2 അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോഗോ ഡിസൈനിങ്ങിന് തന്നെ ഇപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ട്, പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ. ഇപ്പോൾ ഈ അക്കൗണ്ട് നേരത്തെ നമ്മൾ തുറന്നു നോക്കിയ അക്കൗണ്ട് അല്ല ഇത്, ഇവിടെ മറ്റൊരു അക്കൗണ്ട് 5 ഓർഡർ ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം നവംബർ 2020 ജോയിൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടാണിത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിലൊരു ഏണിങ്, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സ്കിൽ ഇല്ല, ഇപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി തന്നെ ലോഗോ ഡിസൈനിങ്ങിലൂടെ ഫൈവറിൽ ലോഗോ ഡിസൈനിങ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ജോലി സർവീസ് നിങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഫൈവറിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് ഫൈവറിലെ കേസ് മാത്രമല്ല, അപ്പ് വർക്കിൻ്റെ ഫ്രീലാൻസറിലൊക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ട്യൂട്ടോറിയൽ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. SEO ക്ലർക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്കുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കിവിടെ ഫോട്ടോ റീടച്ച്, അതുപോലെ യൂട്യൂബ് തമ്പനെയിൽ $1 തമ്പനെയിൽ ഡിസൈൻ ചെയ്ത് തരും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ $5 ഫൈവറിൽ വന്നിട്ട് യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ വർക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, SEO ക്ലർക്കിൽ പോയിട്ട് ഈ സുഹൃത്തിന് അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്ത് തരുന്ന ആളുകൾക്ക് നമുക്ക് ഈ വർക്ക് ഇവിടെ ഓർഡറിനെ ഒന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അവർക്ക് ഈ വർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഗിഗുകൾ പെട്ടെന്ന് റാങ്ക് ചെയ്യാനും അതുപോലെ ന്യൂസ് സെല്ലർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ ഓർഡർ ലഭിക്കാനൊക്കെ ഉള്ള ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഗ് പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളൊക്കെ അടങ്ങുന്ന നമ്മുടെ ഫൈവർ കോഴ്സ്, അതായത് ഫൈവർ അത്രയും സീരിയസ് ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈവർ മാസ്റ്റർ കോഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഫൈവറിൽ പെട്ടെന്ന് നിങ്ങളുടെ ഗിഗിന് ഓർഡർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫൈവറിൻ്റെ ഹോം പേജിൽ, അതായത് ലോഗോ ഡിസൈനിങ് എന്നൊരു ബയ്യർ വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗിഗ് അവർക്ക് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൈവർ മാസ്റ്റർ കോഴ്സിൽ, അതായത് ഫൈവർ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫൈവർ മാസ്റ്റർ കോഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇൻ്റർനെറ്റിലൂടെ വരുമാനം കണ്ടെത്താൻ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് മല്ലു ഫ്രീലാൻസർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി.